And welcome to the new video. So last വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താ ആർക്കിടെക്ചറിനെ കുറിച്ച്. അപ്പോൾ അതിൽ ഓരോ പോർഷൻസ് ഇനി നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ബസ് സ്ട്രക്ചർ. സോ വളരെ ഡീപ്പും ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ബസ് സ്ട്രക്ചർ, അതിൻ്റെ ഓരോ ബസ്സുകളുടെയും യൂസ് അല്ലെങ്കിൽ എന്താണ് ഓരോ ബസ് എന്നുള്ള ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ നമുക്കിവിടെ തൽക്കാലം ആവശ്യമുള്ളൂ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ പറയും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോൾ ബസ് സ്ട്രക്ചർ വരയ്ക്കണം, അതിൽ ഓരോന്ന് എന്താണെന്നുള്ളത് പറയണം. ഓക്കെ, ഇതാണ് ഒരു ഇന്റേണൽ ബസ് സ്ട്രക്ചർ ഓഫ് C24X TMS320 C24Xന്റെ ഇന്റേണൽ ബസ് സ്ട്രക്ചർ ആണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതാണ് ആഷ് കളർ ആയിട്ടുള്ളതാണ് ഇതിലെ ബസ്സുകൾ. എത്ര എണ്ണം ഉണ്ട്? മൊത്തം 6 ബസ്സുകളാണ് വരുന്നത്. ഈ 6 16 ബിറ്റ് ബസ്സുകളാണ്. അപ്പോൾ ഇതിൽ ബി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ബസ് എന്നുള്ളതേ ഉള്ളൂ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സാണ്. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ബസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ബസ്സാണ്. അപ്പോൾ 3 അഡ്രസ് ബസ്സുകളാണ് മേലെ കാണുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡി ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയാണ് മീൻ ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമാണ്. പിന്നെ ആർ എന്ന് പറഞ്ഞാൽ റീഡ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റൈറ്റ്. ഓക്കെ, അതേപോലെ ഇവിടെ ആർ ഡി താഴെത്തട്ടിലുള്ള ആർ ഡി റീഡ് തന്നെയാണ്. ആർ ഡി റീഡ്, WE എന്ന് പറഞ്ഞാൽ റൈറ്റ്, ആ ഉദ്ദേശം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 6 ബസ്സുകളാണ്. അപ്പോൾ മേലത്തെ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഡ്രസ് ബസ്സുകളാണ് വരുന്നത്. താഴത്തെ എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് എന്താണെന്ന് നോക്കാം. പിന്നെ ഇത് ഓരോന്നും കണക്റ്റഡ് ആയിട്ടുള്ളത്, എവിടെയൊക്കെ ആയിട്ടാണ് ഇവർ ലിങ്ക്ഡ് ആയിട്ടുള്ളത്, എവിടേക്കാണ് ആക്സസ് വരുന്നതാണ് കാണിച്ചിട്ടുള്ളത്. മേലെ വരുന്നത് ഫ്ലാഷ് റൂമായിട്ടാണ് PABയും PRDBയും കണക്ടർ വരുന്നത്. താഴെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് അവിടുന്ന് അങ്ങോട്ട് പോകുന്നത്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിൽ നിന്ന് പോകുന്നത് PAB, DRAB, DWAB, ഇതൊക്കെ അഡ്രസ് ബസ്സുകളിലോട്ടാണ് അങ്ങോട്ട് ആരോ ഇട്ടിട്ടുള്ളത്. അതേപോലെ ഇത് റീഡുകളാണ്, RDകളാണ് ഇങ്ങോട്ട്, റീഡ് ചെയ്യുന്ന ഇങ്ങോട്ട്. ഇത് W എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണല്ലോ, ഡാറ്റ റൈറ്റ്, അതാണ് അങ്ങോട്ട് ആരോ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ഓരോന്ന് കാണിച്ചിട്ടുള്ളത്. DRAM ആദ്യത്തെ പോർഷൻ, ദെൻ അഗൈൻ DRAM മെമ്മറി മാപ്ഡ് രജിസ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആക്സസുകളും കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. സിസ്റ്റം ഇന്റർഫേസ് മോഡ്യൂളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റേണൽ അഡ്രസ് ബസ് കണക്ഷൻ ആണ്. ഇത് നല്ല ഡാറ്റയാണ്. ഇത് ഡാറ്റയാണ്, ഡി ആണ് കിടക്കുന്നത്. അപ്പോൾ ഡാറ്റാ ബസ് ആ ഒരു രീതിക്കാണ് ഇതെല്ലാം കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് നമുക്ക് ഓരോന്ന് എന്താണെന്ന് മാത്രം പറഞ്ഞിട്ട് പോവാം. The C2XX DSP core has internal data and program bus structure that is divided into 6 16-bit buses. 6 ബസ്സസ് ആണുള്ളത്, എല്ലാം 16-bit ബസ്സസ് ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. PAB, DRAB, DWAB, PRDB, DRDB, DWEB. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് മാത്രം, ഇത്ര മാത്രം മതി, നമുക്ക് അത് മാത്രം പറഞ്ഞു. സോ PAB എന്ന് പറഞ്ഞാൽ അഡ്രസ് ബസ് ആണ്. P എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം. സോ പ്രോഗ്രാം അഡ്രസ് ബസ് which provides the address for both reads from and write to the program memory. So read from and write to program memory ആണ് ആര് ചെയ്യുന്നത്? PAB ചെയ്യുന്നത്. read and write to what? The program memory. Then DRAB അപ്പോൾ എന്തായിരിക്കും? data read address bus which provides the address for reads from the data memory. data memory റീഡ് ചെയ്യാനുള്ളതാണ് ആരും DRAB വരുന്നത്. ഡാറ്റ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാനുള്ള അഡ്രസ്. ഓക്കെ, ദെൻ DWAB, W എന്ന് പറഞ്ഞാൽ റൈറ്റ്, ഡാറ്റ റൈറ്റ് അഡ്രസ് ബസ് പ്രൊവൈഡ്സ് ദ അഡ്രസ് ഫോർ റൈറ്റ് ടു ദ മെമ്മറി. ഡാറ്റ മെമ്മറിക്ക് റൈറ്റ് ചെയ്യാനുള്ള അഡ്രസ് ലൊക്കേഷൻ തരുന്നതാണ് DWAB എന്ന് പറയുന്ന ബസ്സിലാണ് അത് വരിക. ദെൻ PRDB എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് എത്തി. PRDB ഈസ് ദ പ്രോഗ്രാം റീഡ് ബസ്. P എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം, RD ആണ് ഇവിടുത്തെ റീഡ് ഉദ്ദേശിക്കുന്നത്. So program read bus carries instruction code and immediate operands as well as the table information from the program memory to the CPU. So program memory നിന്ന് CPU-ലേക്ക് ഇൻസ്ട്രക്ഷൻ കോഡ്, ഇമ്മീഡിയറ്റ് ഓപ്പറൻസിനൊക്കെ കൊണ്ടുപോകുന്നതാണ് ആര്? PRDB, പ്രോഗ്രാം റീഡ് ബസ് വരുന്നത്. പ്രോഗ്രാം റീഡ് ബസ്. അപ്പോൾ അതാണ് ഇങ്ങോട്ട് ആരോ ഇട്ടിട്ടിലേക്ക് എന്ത് ടു ദ CPU എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, then next is the DRDB. അതും റീഡ് തന്നെയാണ്, ഡാറ്റ റീഡ് ആണ് മാത്രം. So the data read bus carries data from the data memory to the central arithmetic logic unit and to the auxiliary arithmetic unit ARAU. അപ്പോൾ അത് ARAUലേക്ക്, അതായത് CPU-ലാണ് കിടക്കുന്നത്. CALA ആയാലും ARAU, അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ആരോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഡാറ്റ ബസ് ക്യാരി ചെയ്യുന്നത് ഡാറ്റ മെമ്മറിയിൽ നിന്നുള്ള സംഭവങ്ങളെ കൊണ്ടുപോകാനുള്ളതാണ് DRDB.
ദെൻ ഒരെണ്ണം കൂടി ഉണ്ട് DWE. DWE എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ്. ഡാറ്റ റൈറ്റ് ബസ് ക്യാരീസ് ഡാറ്റ ടു ബോത്ത് പ്രോഗ്രാം മെമ്മറി ആൻഡ് ഡാറ്റ മെമ്മറി. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ്, ടു പ്രോഗ്രാം മെമ്മറി ആൻഡ് ഡാറ്റ മെമ്മറിയിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഇതിലത്തെ ബസ് സ്ട്രക്ചർ വരുന്നുള്ളൂ. 5 മാർക്കിന് ബസ് സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരച്ചിട്ട് ഇത് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം, അത്രേ നമുക്ക് വേണ്ടുള്ളൂ. ഓക്കെ.